ക്ലൈമാക്സ് കണ്ടിട്ട് ഇപ്പോൾ ആസിഫ് അലി കണ്ട് സംസാരിച്ചപ്പോൾ പറയുന്നത്, അല്ലെങ്കിൽ സംവിധായകൻ പറയുന്നത് ഇത് ശരിക്ക് മമ്മൂക്കയുടെ ജീവിതം നടന്നതാണെന്നും കൂടി പറയുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് മനസ്സിലാവുന്നില്ല. ഇത് ഒരു ഇമാജിനേഷനാണോ, ഇതിൻ്റെ ഒരു പ്രത്യേക മിക്സാണ്. ഈ ഒരു ടൈപ്പ് ഓഫ് കഥ പറച്ചിൽ നമ്മൾ മലയാള സിനിമയിൽ മുമ്പ് കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരു പടമല്ല അത്. ഒരു ക്രൈം നടന്നു, ആ ക്രൈമിലേക്ക് എത്താനുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഒരു പ്രോസസ്സ്, ആ ഫ്ലോ ആണ് സിനിമ കാണിക്കുന്നത്. അതുപോലെ ഈ പടം മലയാളം സിനിമ എന്നും ഓർമ്മിക്കപ്പെടും. ഒരു ക്ലാസിക് പടമാണ്. എല്ലാവരും തിയേറ്ററിൽ കാണുക. എഡിറ്റിംഗ് ഉപകരണമാണ്, ഒരു ലാഗും ഇല്ല, റിയലിസ്റ്റിക് ഫിലിമാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആദ്യം പറയുന്നില്ല, പറഞ്ഞ സ്പോയിൽ ഡ്രോപ്പ് നമുക്കിടെ സാധ്യതയുണ്ട്, എന്താണ് ഞാൻ പറയുന്നില്ല. അല്ല ഗൈസ്, യൂട്യൂബ് എൻറ്റർടൈൻമെൻറ്റ് പുതിയ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിഷ്കിന്ധകട എന്ന വമ്പൻ ഹിറ്റിന് ശേഷം ആസിഫ് അലി നായകനാവുന്ന രേഖാചിത്രം ഇന്ന് റിലീസ് ചെയ്തിരിക്കുകയാണ്. ജെഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിൽ ആസിഫ് അലിക്ക് പുറമെ അനശ്വര രാജൻ, സായി കുമാർ, സിദ്ദിഖ് എന്നിവർ വമ്പൻ താരങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ രേഖാചിത്രത്തിൻ്റെ റിവ്യൂലേക്ക് പോവാം. നിങ്ങളും ഈ പടം കണ്ടാണ് ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതാണ്. അപ്പോൾ രേഖാചിത്രത്തിൻ്റെ റിവ്യൂലേക്ക് പോവാം. ബാ. രേഖാചിത്രം ഈ സിനിമയുടെ തീമാണ് വ്യത്യാസം. ഇതൊരു ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അതായത് 40 വർഷം മുമ്പ് നടന്ന ഒരു സംഭവം. അത് ശരിക്കും നമ്മൾ സിനിമയാണോ യാഥാർത്ഥ്യമാണോ, ശരിക്കും ഈ ഒരു ക്ലൈമാക്സ് കണ്ടിട്ട് ഇപ്പോൾ ആസിഫ് അലി കണ്ട് സംസാരിച്ചപ്പോൾ പറയുന്നത്, അല്ലെങ്കിൽ സംവിധായകൻ പറയുന്നത് ഇത് ശരിക്ക് മമ്മൂക്കയുടെ ജീവിതം നടന്നതാണെന്നും കൂടി പറയുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് മനസ്സിലാവുന്നില്ല. ഇത് ഒരു ഇമാജിനേഷനാണോ, ഇതിൻ്റെ ഒരു പ്രത്യേക മിക്സാണ്. ഈ ഒരു ടൈപ്പ് ഓഫ് കഥ പറച്ചിൽ നമ്മൾ മലയാള സിനിമയിൽ മുമ്പ് കണ്ടിട്ടില്ല. ഒരു സിനിമാ ലൊക്കേഷനിൽ നടക്കുന്ന സംഭവം, ഒരു സാങ്കല്പികമായ സിനിമയുടെ അങ്ങനെയുള്ള നടക്കാറുണ്ട്. ഇത് ശരിക്കും ഉണ്ടായ ഒരു സിനിമയുടെ ലൊക്കേഷൻ നടന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. അതിൽ റീക്രിയേറ്റ് ചെയ്യണം. പിന്നെ ഇങ്ങനെ ഒരു മിസ്റ്ററി അല്ലെങ്കിൽ ഒരു മർഡർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അത്രയും ആൾക്കാരുടെ പെർമിഷൻ എടുക്കണം. അതൊക്കെ എടുത്തിട്ട് അതിന് പുറകിൽ നല്ലൊരു വർക്ക് നടന്നിട്ടുണ്ട്. പിന്നെ ഈ സിനിമ നമ്മൾ സാധാരണ ഒരു പോലീസ് സിനിമ ആണെന്ന പോലെ ഒരു ആക്ഷനോ അല്ലെങ്കിൽ അതിനകത്ത് ഇപ്പോൾ കിഷ്കിന്ധയെ പോലെ ഒരു ഞെട്ടലുണ്ടാക്കുന്ന അങ്ങനത്തെ ട്വിസ്റ്റുകളോ അല്ല ഈ സിനിമയെ പ്രത്യേകമാക്കുന്നത്. ഇത് സിനിമയ്ക്കുള്ളിൽ നടന്ന, അതും ഇത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം. പിന്നെ അതിൻ്റെ ഒരു ഭയങ്കര ഇമോഷണൽ, ഒരു നൊസ്റ്റാൾജിക് ഒരു വൈബ് ഉണ്ടായി. ഇപ്പോൾ മിസ്റ്ററി പഴയൊരു പടം, കാതോരം തന്നെ പടം എടുത്ത് അതേ റെഫറൻസ് ചെയ്തൊരു ക്രൈം മിസ്റ്ററി ത്രില്ലർ ഉണ്ടായിരിക്കുകയാണ്. കയറി കലക്കി എന്ന് വെച്ചാൽ അതുപോലെ ആസിഫ് അലി, അനശ്വര രാജൻ ഇവർ രണ്ടുപേരും നമ്പർ അതുപോലത്തെ മികച്ച കഥാപാത്രം അവർ ചെയ്തിരിക്കുന്നത്. അത് വെച്ചാൽ എനിക്കൊന്ന് ആസിഫിൻ്റെ ഏറ്റവും ഒരു കിടിലം പടമായിട്ട് എനിക്ക് തോന്നുന്നു. ക്രൈം മിസ്റ്ററി പഴയ കാലമൊക്കെ, അതായത് ഭരതനെയും നെടുമുടിനെയും അവരെയൊക്കെ തിരിച്ചു കൊണ്ടുവന്ന അടിപൊളിയായിട്ട് റെഫറൻസ് ചെയ്ത് പഠിച്ചാണ് പടം ചെയ്തിരിക്കുന്ന കിടിലം പടം എന്നും പറയാൻ. മനോജ് എനർജിയിലുണ്ട്. ആസിഫ് അലി സൂപ്പർ നടനായി മാറിക്കൊണ്ടിരിക്കും. സൂപ്പർ താരമല്ല, എല്ലാവരും സൂപ്പർ നടനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അനശ്വരാജിന് അടുത്ത ഉദ്ദേശിച്ചെന്ന് പറയാം. എല്ലാം കൊണ്ട് കിടിലം പടം, ഒരു ലാഗും ഇല്ല, ഒന്നുമില്ല. ക്ലാസിക് പടമാണ്. പണ്ട് 80കളുടെ പോലെ KGF പടം പോലെ ഈ പടം മലയാളം സിനിമ എന്നും ഓർമ്മിക്കപ്പെടും. ഒരു ക്ലാസിക് പടമാണ്. എല്ലാവരും തിയേറ്ററിൽ കാണുക. എഡിറ്റിംഗ് ഉപകരണമാണ്, ഒരു ലാഗും ഇല്ല, റിയലിസ്റ്റിക് ഫിലിമാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആദ്യം പറയുന്നില്ല, പറഞ്ഞ സ്പോയിൽ ഡ്രോപ്പ് നമുക്കിടെ സാധ്യതയുണ്ട്, എന്താണ് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതെല്ലാവരും കാണേണ്ട പടമാണ്. ക്ലാസിക് പടമാണ്. മലയാളം സിനിമ കണ്ട ഏറ്റവും മികച്ച ഒരു 10 പറഞ്ഞ പടമായി കിട്ടണം പടം. ഇതിന് അവാർഡെല്ലാം കിട്ടും, ഒരുപാട് അവാർഡും കിട്ടും, നമ്മൾ ഓടുകയും ചെയ്യും. കാരണം ഫാമിലിക്കും യൂത്തിനും എല്ലാം ഇഷ്ടപ്പെടും. വയലൻസ് വൾഗാരിറ്റിയൊന്നുമില്ല. ഇങ്ങനെ സിനിമ കണ്ടിട്ടില്ല അടുത്ത കാലത്ത്. ഡീസൻറ്റ് വാച്ചായിട്ട് തോന്നി. ഒരു ക്രൈം ത്രില്ലർ, സസ്പെൻസ് ത്രില്ലറായിട്ട് സമീപിച്ച് കഴിഞ്ഞാൽ പടം നമ്മൾ നിരാശപ്പെടുത്തും. കാരണം അങ്ങനത്തെ ഒരു പടമല്ല അത്. ഒരു ക്രൈം നടന്നു, ആ ക്രൈമിലേക്ക് എത്താനുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഒരു പ്രോസസ്സ്, ആ ഫ്ലോ ആണ് സിനിമ കാണിക്കുന്നത്. അപ്പോൾ പിന്നെ നിറയെ ഫ്ലാഷ് ബാക്ക് ഉണ്ട് പടത്തിൽ. അനശ്വര രാജൻ ആ ഒരു കഥാപാത്രത്തെ കേന്ദ്രീകരിച്ചാണ് സിനിമ കൂടുതലും പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഫ്ലാഷ് ബാക്ക് സീൻസ്, ആ ഒരു നല്ലൊരു മൊമെൻറ്റ്സൊക്കെ നോക്കി പോയി കണ്ടാൽ സിനിമ ഇഷ്ടപ്പെടും. അല്ലാതെ ത്രില്ലിങ്, ഒരു നല്ലൊരു സസ്പെൻസ് അല്ലെങ്കിൽ ഒരു ക്രൈം ത്രില്ലറായിട്ട് സമീപിച്ചാൽ പടം നമുക്ക് അത്രയ്ക്കൊരു സൂപ്പറായിട്ട് തോന്നുള്ളൂ, ഒരു ആവറേജ് ആയിട്ട് തോന്നുള്ളൂ. കാരണം ത്രില്ലിംഗ് എലിമെൻറ്റ്സ് വളരെ കുറവാണ് പടത്തിന്. നല്ല പടം, മൊത്തം ത്രില്ലറും കൂടാണ്. ട്വിസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. ബട്ട് ഫസ്റ്റിലെ പ്രതീന റിവീൽ ചെയ്തിട്ട് അങ്ങോട്ട് പേസിൽ പോണ പടമാണ്. ഇല്ല, പടം മൊത്തം എൻഗേജിങ്. അതെ. അടിപൊളിയാണ്. പുള്ളിനെ കാണിച്ചെങ്കിൽ ഒന്നുകൂടി അടിപൊളിയാണ്. ബട്ട് നമുക്ക് കാണിക്കുന്ന സീനില്ല. പടം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല രീതിയിൽ തന്നെ കഥ പറഞ്ഞു പോയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ അവർ അഭിനയിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവർ ഭയങ്കര ടാലൻ്റ് ആയിട്ടുള്ള ആക്ട്രസ്സാണ്. അപ്പോൾ അവർ ഈ സിനിമയെ താങ്ങി നിർത്തുന്നുണ്ട്. അത്രയും നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആണ്. അനശ്വര അടിപൊളിയായിട്ടുണ്ട്. ആസിഫ് അലിയും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ടോട്ടലി എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. സ്ഥിരം ചെയ്തു വരുന്നൊരു പോലീസ് റോളാണ്. പക്ഷേ എങ്കിൽ പോലും അത് എന്ത് പുതുമയായിട്ട് ചെയ്യാമെന്നുള്ളതാണ് ആസിഫ് അലി കാണിച്ചത്.
ആസിഫ് അലി അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. ബാക്കി പഴയ ആൾക്കാരെയൊക്കെ ഒന്ന് അതായത് നമ്മൾ 1985 പോയിട്ടാണ് അവിടുത്തെ ഒരു കഥയാണ് പറയുന്നത്. അപ്പം അത് നല്ല അടിപൊളിയായിട്ട് കൺവിൻസിംഗ് ആയിട്ടുള്ള രീതിയിൽ കല്ലുകടിയൊന്നും ഇല്ലാണ്ട് തന്നെ പറഞ്ഞു പോയിട്ടുണ്ട്. അത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പണ്ടത്തെ ആക്ടേഴ്സ്, ആ ഒരു സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റുകൾ, ഡയറക്ടർ, മ്യൂസിക്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. അതെല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്.